ഹലോ, രാവിലെ തന്നെ ഒരുങ്ങി പിടിച്ച് എങ്ങോട്ടാന്നല്ലേ? ഇന്ന് ഞങ്ങളുടെ കസിൻ ഐശ്വര്യയുടെ എൻഗേജ്മെൻ്റ് ആണ്. ഇതാണ് ഐശ്വര്യ, ചെക്കൻ്റെ രാഹുൽ. ഇത് SJയുടെ ആൻറ്റിയുടെ വീടാണ് കേട്ടോ. ഐശ്വര്യ ചെക്കൻ വരുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ. ഈ മൊമെൻ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചെക്കനൊക്കെ വന്നു, വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്തു. അവരെ ഞങ്ങൾ സ്റ്റേജിലെത്തിച്ച് സെറ്റാക്കി കേട്ടോ. നമ്മുടെ ആത്തിക്കുട്ടി ഇതാ ഇവിടെ ഒരു ടേബിളിൽ നിന്ന് തുള്ളിച്ചാടി കളിക്കുന്നുണ്ട്. സ്റ്റേജിലാണെങ്കിൽ ചെക്കനും പെണ്ണും മോതിരം മാറലും അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ടിങ്, വളയിടൽ ചടങ്ങ്, അവർ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ കാരണവന്മാരെല്ലാവരും കൂടി ആലോചിക്കുന്ന ഒരു പരിപാടിയില്ലേ, അങ്ങനെ ഒരു മലബാർ എൻഗേജ്മെൻറ്റിൻ്റെ എല്ലാ സ്റ്റേജസും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിളിൽ നിർത്തിയേക്കാണ്. അപ്പം ഫാൻ്റെ അടുത്തായതുകൊണ്ട് കാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. പിന്നെ പുതിയ പാച്ചരം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അച്ചച്ച, അച്ചമ്മ, ചേച്ചമ്മ എന്നൊക്കെ വിളിച്ചിട്ട് എല്ലാവരെയും പാച്ചരം എന്ന് കാണിച്ചു കൊടുക്കുവാണേ. ഇതാട്ടോ ആത്തിക്കുട്ടിയുടെ ഉടുപ്പ്. ഒരു സിമ്പിൾ കോട്ടൺ ഉടുപ്പാണ്. ചൂടായതുകൊണ്ട് തന്നെ അവർക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ എളുപ്പത്തിന്. എന്തായാലും പരിപാടി കഴിയുന്നവരെ എങ്ങനെയൊക്കെയോ ഇവിടെ നിന്ന് കിട്ടിയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മുകളിൽ പോയിട്ട് പിന്നെ മക്കളെല്ലാവരും കൂടെ ഇവർ സാറ്റുകളിയായി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചേ കണ്ടേ എന്നും പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് സമയം ഇവരിങ്ങനെ കളിക്കുന്നു നോക്കി ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു. പുറത്ത് വിട്ട് എന്തായാലും ഇറങ്ങി ഓടും. അപ്പോൾ ഇവിടെ തന്നെ നിന്നിട്ട് പിന്നെ കുറച്ച് സമയം ഇവർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ താഴേക്ക് വന്നു. താഴെ വന്നിട്ട് അപ്പോൾ തന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നല്ല അടിപൊളി ഫുഡായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, നോൺ വെജ് വേണ്ടാത്തവർക്ക് വെജിറ്റബിളായിട്ട് സദ്യ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു വന്ന് ഇവരിതാ വീണ്ടും കളിക്കാൻ തുടങ്ങി. എത്ര ഓടിയാലും മതിയാവാത്ത രണ്ട് ടീംസാണിത്. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും, അതേപോലെ തന്നെ തിരിച്ചോടും. അത് തന്നെയാണ് ഇവരുടെ പരിപാടി കേട്ടോ. അങ്ങനെ കുറേ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഈ ഒരു ഡേ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ഫോട്ടോ എടുത്തു. ഏട്ടനും ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഞങ്ങളും ഫോട്ടോ എടുത്തു. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ കൂടെ എടുത്തു. അങ്ങനെ ഇന്നത്തെ ഡേ കഴിഞ്ഞു കേട്ടോ. താങ്ക്